ഇനി ഇത് എങ്ങനെയാണ് ഒരു ഫ്ലവറാക്കി മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ത്രെഡ് അത് കട്ട് ചെയ്ത് നമ്മളതൊന്ന് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി കെട്ടിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ആ ത്രെഡ് പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ടൈറ്റായി അവിടെ നിൽക്കും. ഇനി ഇത് ചുറ്റിയെടുത്ത് ഒരു ഫ്ലവർ പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. പെറ്റൽസ് നമ്മൾ ചുറ്റിയെടുക്കുകയാണ്. നമ്മൾ കൈ വെച്ച് തന്നെയാണ് പതുക്കെ ചുരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഏറ്റവും ചുരുക്കി ചെയ്യുമ്പോൾ അധികം പെറ്റൽസ് ഉള്ള പോലെ തോന്നുകയും കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടായിരിക്കുകയും ചെയ്യും. ഫിനിഷിങ് തോന്നും. ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം സൂചി നൂലും വെച്ച് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബാലൻസ് വരുന്ന ആ ത്രെഡിൽ തന്നെ സൂചി എടുത്ത് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെറ്റൽസ് ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ നമുക്കവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. നമുക്കത് സൂചി ഈ ത്രെഡ് ഉപയോഗിച്ചിട്ട് അതൊന്ന് തുന്നി കൊടുക്കണം. അടുത്തതായിട്ട് റോസ് ഫ്ലവറിൻ്റെ താഴെ ഭാഗം ചെയ്തെടുക്കുന്നതിനായിട്ട് നമ്മൾ റൗണ്ട് സ്റ്റിച്ചിലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ റൗണ്ട് സ്റ്റിച്ച് എടുക്കുകയാണ്. ഇവിടെ ആദ്യം തന്നെ ഒരു ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് പോലെയാണ് എടുക്കുന്നത്. അതിനുശേഷം സിംഗിൾ ക്രോഷിയാണ് ചെയ്യുന്നത്. 5 സിംഗിൾ ക്രോഷിയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ആദ്യ റൗണ്ടിൽ 1 ചെയ്തു, 2, 3, 4, 5. അഞ്ചാമത്തെ ഈ ഒരു സിംഗിൾ ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്തിട്ട് നമുക്ക് ആ താഴെ കാണുന്ന ബാലൻസ് വരുന്ന ത്രെഡ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എല്ലാ ചെയിനിൽ കൂടെയും 2 സിംഗിൾ ക്രോഷി വീതം ചെയ്യാണ്. ഫസ്റ്റ് സിംഗിൾ ക്രോഷി ചെയ്തു, സെക്കൻഡ് സിംഗിൾ ക്രോഷി അതേ ചെയിനിൽ തന്നെ ചെയ്യാണ്.